കുവൈറ്റിൽ വന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഈവനിങ് വാക്കിങ്ങിനും ആകാം അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. 50 ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടിങ്ങനെ നിൽക്കുന്നത്. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കുന്നത് പോലെ നമ്മൾ നടക്കുകയാണ്. മനോഹരമാണ്, കാണാൻ മനോഹരമാണെങ്കിലും നടക്കാൻ ഒരു സുഖമില്ലായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് നടക്കുകയാണ്. ഇത്ര മനോഹരമാണ് അല്ലേ? അപ്പോൾ ആളുകൾക്ക് ഒരു ഈവനിങ് വാക്കൊക്കെ നടക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ഒരു ബ്രിഡ്ജുണ്ട്, ചെറിയൊരു ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ് കയറി മറു സൈഡിൽ ഇറങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ്, ലുലു, മാർക്ക് ആൻഡ് സേവ്, അങ്ങനെ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ് മറു സൈഡിലുണ്ട്. അപ്പം റോഡ് സൈഡിൽ തെരുവിൽ ഫ്രൂട്ട്സ്, പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ബ്രിഡ്ജിന് മുകളിൽ നിന്ന് എടുക്കുന്ന എന്ത് മനോഹരമായ സീനുകളാണിത്. കണ്ടില്ലേ? ബഹുനില കെട്ടിടങ്ങൾ. ഇവിടെയാണ് പ്രവാസികളൊക്കെ താമസിക്കുന്നത്. പിന്നീട് ഞാൻ അവിടെ നിന്ന് ഫ്രൈഡേ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് പോയി. അപ്പം ചെറിയ ചെറിയ റേറ്റിന് നല്ല നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല വാച്ചുകളും പിന്നെ ഒരുപാട് സ്പ്രേ ഐറ്റംസും ഒക്കെ അവിടെ നിന്ന് നല്ല കാണാനിടയായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ പിടിച്ച് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൺഗ്ലാസസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ. അച്ഛനെയും അമ്മയും മക്കളെ ഒഴിച്ച് ബാക്കി ഈ ലോകത്തുള്ള സകല സാധനങ്ങളും A to Z സാധനങ്ങൾ കിട്ടുന്ന ഒരു ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഫ്രൈഡേ മാർക്കറ്റ്. നാട്ടിലോട്ട് വെക്കേഷനൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് സാധനം മേടിക്കാമെന്നുണ്ടെങ്കിൽ വില കുറച്ചും പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒറ്റ ഷോപ്പിങ്ങിൽ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പുറത്തൊക്കെ നല്ല ചൂടാണെങ്കിലും ഇതിനകത്ത് കയറിയപ്പോൾ കുറച്ചൊരാശ്വാസം കിട്ടി. ചൂടിന് വലിയ കുറവില്ല, എന്നാലും കുറച്ചൊരാശ്വാസം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതുകൊണ്ട് കുറേ കറങ്ങി എല്ലായിടവും നടന്ന് കണ്ടു. സാധനങ്ങൾ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. എല്ലായിടവും ഒന്ന് പോയി കണ്ട് കേട്ട് ഒക്കെ തിരിച്ചു വന്നു. خلاص ايه ايه അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഇരുട്ട് വീഴുന്നതിന് മുമ്പിട്ട് ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് വലിയ ചൂടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ആ ഒരു വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ചൂടാണ്. അങ്ങനെയൊക്കെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീർന്നിരിക്കുന്നു. ബൈ ബൈ.